ഹലോ ആൻഡ് വെൽക്കം ടു ദിശ അക്കാഡമി. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. Once again, welcome to the vocabulary booster session where we will be learning the most important words for SSC GD exam. അപ്പൊ എങ്ങനെയാ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിന് വളരെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇത്രയേറെ തീക്ഷ്ണതയോടുകൂടി പ്രിപ്പറേഷനെ കണ്ടുകൊണ്ട് ഒരുപാട് സീരിയസ്നെസ്സോടുകൂടി ഈ ക്ലാസ് കാണുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഈ ഒരു വൈബ് തന്നെ മുന്നോട്ട് പിടിക്കുക, ഇതേ വൈബിൽ തന്നെ തുടരുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SSC GD എക്സാമിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏതാനും ചില വാക്കുകളും അവയുടെ അർത്ഥവും പിന്നെ ഒരു പിടി പര്യായ പദങ്ങളാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ വാക്ക് പഠിക്കുന്നതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ സഹായത്തോടു കൂടിയായിരിക്കും. ഞാനൊരു വേർഡ് തരും, അതിന്റെ മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 4 ഓപ്ഷൻ അടങ്ങിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ടാക്കിൾ ചെയ്യുന്നു, മീനിങ് പഠിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സിനോണിംസ് പഠിക്കുന്നു, ആൻഡ് വി ആർ ഡൺ. അത്രേ ഉള്ളൂ കേട്ടോ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് വേർഡ്സ് ആണല്ലോ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒരു പേപ്പറും പേനയും മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ അത് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് വേഗം അപ്പുറത്തെ മുറി പോയി ഓടിച്ചെന്ന് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് എഴുതി ലൈവായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്രീനിലേക്ക് നോക്കുക. എന്താണ് അബൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം? അബൈറ്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? അബൈറ്റ് ഏതോ ഒരു ഹോസ്പിറ്റലിന്റെ പേര് പോലെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? അബൈറ്റ്. എന്താണ് അബൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം? പെട്ടെന്ന് വർദ്ധിക്കുക എന്നാണോ? അതോ ശമിപ്പിക്കുക എന്നാണോ? സ്ഥിരമായിട്ടിരിക്കുക എന്നാണോ? ദിശ മാറ്റുക എന്നാണോ? അബൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു കുഞ്ഞൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ജലദോഷത്തിന്റെ ചില സിംറ്റംസ് ഉണ്ട്. അപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഞാനൊരു ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗുളിക കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? വേദന സംഹാരിയായിട്ട് കഴിക്കുന്നതാണ് അല്ലെ? വേദന ശമിപ്പിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്റെ വേദനയും ആ ഗുളിക ശമിപ്പിച്ചു. അപ്പൊ എനിക്ക് എന്ത് പറയാം? The medicine abated my pain. What did the medicine do? The medicine abated. ശമിപ്പിച്ചു. അപ്പൊ കുറച്ചു, ശമിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് അബൈറ്റ് ഞാൻ ഈ സെന്റൻസ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ടു റെഡ്യൂസ് ഓർ ഡിക്രീസ് എന്നാണ് അബൈറ്റ്. മറ്റൊരു എക്സാമ്പിൾ സെന്റൻസ് പറയുകയാണെങ്കിൽ the rain started to abate after a few days. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താണ്? started to abate, ശമിക്കാൻ തുടങ്ങി. അപ്പം ശമിപ്പിക്കുക, ശമിക്കുക എന്നൊക്കെയാണ് കേട്ടോ. ശപിക്കുക എന്നല്ല, ശമിപ്പിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നൊക്കെയാണ് അബൈറ്റിന്റെ അർത്ഥം. അബൈറ്റിന്റെ അതേ അർത്ഥത്തിലുള്ള മറ്റു വാക്കുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഓക്കെ, ഡിക്രീസ് എഴുതിയെടുത്തോണേ. ഡിക്രീസ്. ലെസൺ, പാഠം എന്ന അർത്ഥത്തിലല്ല, അത് ON, ഇത് EN. ലെസൺ. റെഡ്യൂസ് എന്ന് പറയും. ഈസ്, ഈസി എന്ന് പറയും കേട്ടോ. സബ്സൈഡ് എന്നൊരർത്ഥമുണ്ട്. സബ്സൈഡ്, സബ്സൈഡ് ചെയ്യാം. യെസ്. ഡിമിനിഷ്. ഡിമിനിഷ്, ഡിമിനിഷ് ചെയ്യാം. ഇതൊക്കെയാണ് അബൈറ്റുമായിട്ട് അതേ അർത്ഥം പുലർത്തുന്ന മറ്റ് അതിന്റെ സിനോണിംസ്. വാട്ട് ഡസ് കാൻഡിഡ് മീൻ? ഒരു പക്ഷേ നമ്മൾ കാൻഡിഡ് ഫോട്ടോഗ്രാഫി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ കല്യാണത്തിനൊക്കെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുമ്പോൾ നമ്മളൊക്കെ അവരോട് ആവശ്യപ്പെടാറുണ്ട്, ചേട്ടാ ഫോട്ടോഗ്രാഫ്സ് ഫോട്ടോ എപ്പോഴും കാൻഡിഡ് ആയിരിക്കണം എന്ന് പറയും അല്ലെ? നമ്മൾ സാധാരണ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ എങ്ങനെയാ ചിത്രം എടുക്കുന്നേ? നമ്മള് കുറച്ച് സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ ആയിട്ട് നമ്മളെ തന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഫിൽറ്റർ ഇടും, എഫക്റ്റ് ഇടും. അങ്ങനെ ഇടുമ്പോ എന്താ സംഭവിക്കുന്നേ? ആ ഒരു നാച്ചുറൽ എലിമെന്റ്സ് നഷ്ടമാവില്ലേ? ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു കള്ളത്തരമാണ് അല്ലെ? നമ്മുടെ ആ ഫോട്ടോയിലെ ചില കുറവുകളൊക്കെ മറച്ചു വെച്ച്
എക്സ്ട്രാ എന്താണ് പറയുക ബ്യൂട്ടി കൊണ്ടുവരുന്നത്, അല്ല മനോഹാരിത കൊണ്ടുവരുന്നതാണ് എന്ത് ഫിൽട്ടർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫിൽട്ടർ ഇടുക എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമാണ്. ഫിൽട്ടർ ഇടാത്ത ഫോട്ടോഗ്രാഫ്സ് ആണ് എന്ത് കാൻഡിഡ്. കാൻഡിഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണോ ലെൻസിന് മുന്നേ ഉള്ളത് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നേ ഉള്ളത് അതിനെ അപ്പാടെ ഒരു എന്താണ് പറയുക പ്രത്യേകിച്ച് ഒന്നും ചേർക്കാതെ അപ്പാടെ പകർത്തുന്നതിനെയാണ്, ജെനുവിൻ ആയിട്ട് പകർത്തുന്നതിനെയാണ് കാൻഡിഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ കാൻഡിഡ് എന്ന വാക്കിന്റെ അർത്ഥം ട്രൂത്ത്ഫുൾ ആൻഡ് ഫ്രാങ്ക് എന്നാണ് കേട്ടോ. യെസ്, ഓൾറെഡി ഞാൻ അവിടെ ലൈൻ ഇട്ടിരുന്നോ? ഓക്കെ, ട്രൂത്ത്ഫുൾ ആൻഡ് ഫ്രാങ്ക് എന്നാണ്. ഡിസോണസ്റ്റ് അല്ല, അത് അതിന്റെ ആന്റണിമാണ്. ഹെസിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെസിറ്റന്റ്, ഐ എം എ ബിറ്റ് ഹെസിറ്റന്റ് ടു ടേക്ക് ദിസ് ക്ലാസ്. നോ നോ നോ, നെവർ, ഒരിക്കലും അല്ല. ഹെസിറ്റന്റ് എന്ന് പറഞ്ഞാൽ മടിയുള്ള എന്നാണ്, താല്പര്യമില്ലാത്ത, മടിയുള്ള എന്നൊക്കെയാണ്. സീക്രട്ടീവ് അറിയാലോ, രഹസ്യാത്മകമായ എന്നാണ്. അപ്പം കാൻഡിഡിന്റെ അതേ അർത്ഥത്തിലുള്ള വാക്കാണ് ഇനി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ സിൻസിയർ പറയും, വളരെ സത്യസന്ധമുള്ള. യെസ്, പിന്നെന്ത് പറയും? സ്ട്രെയിറ്റ് ഫോർവേഡ്, ഓപ്പൺ, ഇഷ്ടംപോലെ വാക്കുകളുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ഫോർവേഡ് എഴുതുന്ന കൃത്യമായിട്ട് പിടിക്കുന്നില്ലല്ലോ. സ്ട്രെയിറ്റ് ഫോർവേഡ്, വളഞ്ഞും തിരിഞ്ഞൊക്കെ പോവാം. ഓക്കെ, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഓപ്പൺ, ഫ്രാങ്ക്, ഓണസ്റ്റ്. യെസ്, ഇതൊക്കെയാണ് എന്ത് കാൻഡിഡിന്റെ അർത്ഥങ്ങൾ. അടുത്തത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡീവിയേറ്റ്? ചെറുപ്പത്തില് ഈ സാധനമില്ലേ, ഇത് കുറച്ച് ഡീവിയേറ്റഡ് ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു സിമ്പിൾ സെന്റൻസ് എഴുതാം ഡീവിയേറ്റിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. ഷീ chose to deviate from the main road. ഇങ്ങനെ യാത്ര ചെയ്ത് വണ്ടി ഓടിച്ചു പോവായിരുന്നു. അപ്പൊ അവൾ എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ മെയിൻ റോഡ് ഇത്ര നേരം പോയിക്കൊണ്ടിരുന്നല്ലോ, ഒന്ന് ഡീവിയേറ്റ് ചെയ്തേക്കാം. ഡീവിയേറ്റ്. മറ്റൊരു എക്സാമ്പിൾ സെന്റൻസ്, ദ ട്രെയിൻ ഡീവിയേറ്റഡ് ഫ്രം ദ ട്രാക്ക്. വലിയൊരു അപകടം നടന്നു. ഡീവിയേറ്റ് ചെയ്യുക. ഡീവിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക എന്നല്ല, ബാലൻസ് നിലനിർത്തുക എന്നല്ല, കോൺസ്റ്റന്റ് ആയിട്ടല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക എന്നല്ല, മറിച്ച് ടു സ്ട്രേ ഓർ ഡിപ്പാർട്ട് എന്നാണ്. വഴി തെറ്റുക എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ തെന്നി മാറുക, യഥാർത്ഥ പാതയിൽ നിന്ന് മാറുക എന്നൊക്കെയാണ് വഴി തെറ്റുക. ഓക്കെ, അതൊക്കെയാണ് ഡീവിയേറ്റിന്റെ അർത്ഥമായിട്ട് വരിക. നമ്മുടെ വഴി ഏതാണ്? നമ്മ വഴി എന്ന് പറയുന്നത് പഠനത്തിന്റെ വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന GD എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു പാതയിൽ നിന്ന് നമ്മൾ എപ്പോ ഡീവിയേറ്റ് ചെയ്യുന്നോ അന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ വഴി എന്താണോ അതിൽ ഡീവിയേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. ഒപ്പം ഈ ഡീവിയേറ്റിന്റെ സിനോണിംസും ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഡൈഗ്രസ് എന്ന് പറയും, ഡൈഗ്രസ്. ഡൈവേർജ് എന്ന് പറയും, എല്ലാം ഒരു ഡൈ ആണ് കേട്ടോ. ഡൈവേർജ് എന്ന് പറയും. പിന്നെ ചുമ്മാ ഇങ്ങനെ ഈ നമ്മൾ പറയാറില്ലേ, ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് ഇങ്ങനെ ലക്ഷ്യമൊന്നുമില്ലാതെ വാണ്ടർ ചെയ്യാന്ന് പറയും കേട്ടോ, വാണ്ടർ. പിന്നെ സ്ട്രേ ഉണ്ട്, ഓഫ് കോഴ്സ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ സ്ട്രേ ഡോഗ്സ് എന്ന് കേട്ടിട്ടില്ല, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ട്രേ. ഡിപ്പാർട്ട് എന്നൊരർത്ഥവും ഉണ്ട് കേട്ടോ, ഡിപ്പാർട്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഡീവിയേറ്റിന്റെ അർത്ഥങ്ങൾ. യെസ്, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പണ്ട് ചെറുപ്പകാലത്തും അതല്ലാത്ത കാലത്തൊക്കെ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ നീ എവിടെ പോയാലും എവിടെ ഇറങ്ങിയാലും ഒരു 5 മിനിറ്റ് നേരത്തെ എത്തുക. അമ്മ പറഞ്ഞ ആ ഒരു കാര്യത്തോട് പൂർണ്ണമായിട്ട് എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് നീതി പുലർത്താൻ പറ്റിയില്ലെങ്കിലും പരമാവധി ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ എത്തുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഫംഗ്ഷനോ എന്തുമായിക്കോട്ടെ, ഏത് സാഹചര്യം ആയിക്കോട്ടെ, ഞാൻ നേരത്തെ എത്താൻ ശ്രമിക്കാറുണ്ട്. അമ്മയുടെ അഭിപ്രായത്തില് നേരത്തെ തുടങ്ങുക വളരെ സമാധാനം തരുന്ന ഒരു പ്രവർത്തനമാണ്. നേരത്തെ തുടങ്ങുന്നത് നല്ലൊരു ഏർപ്പാട്, അല്ലെങ്കിൽ എന്താണ് പറയാ, അമ്മ പറയാ അതൊരു പുണ്യമാണെന്നാണ് പറയാ, വേർച്യു. അപ്രകാരം വളരെ നേരത്തെ തന്നെ എഫക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങി സാധാരണ തിക്കും തിരക്കൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട്
പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്തയുണ്ട്. ദിശ അക്കാഡമി GD ആസ്പിരൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ചെയ്ത ഒരു കോഴ്സ് ഔട്ട് ചെയ്തിട്ടുണ്ട്. GD ആസ്പിരൻസിന് വേണ്ടി മാത്രം എന്താണോ GD എക്സാമിന് ചോദിക്കുന്നത് അത് ടൈലർ ചെയ്തുകൊണ്ടുള്ള സിലബസ്. ആ സിലബസ് 220 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സിലൂടെ കവർ ചെയ്യുന്ന ഒരു കോഴ്സ്. അതോടൊപ്പം തന്നെ 300-ൽ പരം മണിക്കൂറുള്ള റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. അത് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. നമ്മൾ അതിനെ ഫൗണ്ടേഷൻ ക്ലാസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഫൗണ്ടേഷൻ പല കോഴ്സിലും ഇപ്പം ധാരാളം കോഴ്സസ് ഉണ്ടല്ലോ. അപ്പൊ ആ കോഴ്സിൽ എന്തില്ല? ഫൗണ്ടേഷൻ കോഴ്സ് ഇല്ല. എന്തിനാണ് ഈ ഫൗണ്ടേഷൻ, അതായത് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഫൗണ്ടേഷൻ ക്ലാസ്സസിന്റെ ആ സെഷൻ എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? കാരണം ഒന്നേന്ന് തുടങ്ങുന്നവരുണ്ടാകാം, പലതരത്തിലുള്ള ആൾക്കാരാണ് അല്ലെ. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരെ അവ്യക്തതയുള്ള ആൾക്കാരുണ്ടാകാം, അതിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാകാം. അവരെയും കൂടി പരിഗണിക്കണ്ടേ? അതും കൂടി ഒന്ന് സെറ്റ് ആവട്ടെ. അടിത്തറ ബലമില്ലെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ എന്ത് കെട്ടിപ്പൊക്കിയാലും കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ അടിത്തറ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ കോംപ്ലിമെന്ററി ആയിട്ട് 300-ലധികമുള്ള ആ ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് നൽകുന്നത്. അങ്ങനെ മൊത്തം ഏതാണ്ട് 500-ൽ പരം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും ക്ലാസ്സസ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ് എടുത്തതിന് ശേഷം എന്താണ്, അതിന്റെ PDF നോട്ടും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് ഞാൻ പറയട്ടെ, അത് ഇതാണ് 1-to-1 മെന്റർഷിപ്പ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ മോക്ക് ചെയ്യുമ്പോൾ വലിയൊരു എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം കണ്ടു, ഒരു നിവൃത്തിയില്ല, കൂട്ടുകാരോട് ചോദിച്ചിട്ട് അവർക്കും അറിയത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരാൾ ഇത് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സംശയം ഞാൻ അയാളെടുത്ത് പോയി പറയുമ്പോൾ അയാൾ ഉത്തരം പറയാൻ ഒരാളുണ്ടെങ്കിൽ എത്ര മനോഹരമായി. നമ്മൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെ. ഇനി അങ്ങനെ ചിന്തിച്ച് ശങ്കിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാളെ ഈ കോഴ്സിന്റെ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. അയാളെ നിങ്ങൾ എത്ര വേണമെങ്കിലും ബുദ്ധിമുട്ടിച്ചോ, ഏത് സമയത്തും വിളിച്ചോളൂ, അല്ല മെസ്സേജ് അയച്ചോളൂ. ഷീ ഈസ് റെഡി ടു ഹെൽപ്പ് യു. അപ്പൊ അത്തരത്തിലുള്ള ഒരു 1-to-1 മെന്റർഷിപ്പും ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. മറ്റൊന്നുമല്ല ഞാൻ കാണുന്നത്, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പേഴ്സണലി ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ കമന്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾ കോഴ്സ് എടുക്കുന്നില്ല എങ്കിൽ പോലും ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കുക. അങ്ങനെ നമ്മുടെ അക്കാഡമി ആയിട്ട് ഒരു സൗഹൃദത്തിൽ പോവുക കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ തിരിച്ച് ചോദ്യങ്ങളിലേക്ക് വരാം. വാട്ട് ഡസ് ഇലോക്വന്റ് മീൻ? ഇലോക്വന്റ് വളരെ ഇലോക്വന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രസംഗ മത്സരത്തിൽ എപ്പോഴും ഫസ്റ്റ് കിട്ടാറുണ്ട്. പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല വാക്ചാതുര്യം വേണം അല്ലെ. അതിനെയാണ് പറയുന്നത് ഇലോക്വന്റ് എന്ന്. ഫ്ലുവന്റ് എന്നാണ് അതിന്റെ അർത്ഥം, വാക്ചാതുര്യം കേട്ടോ. നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് സംസാരിച്ച് വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ച ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ആ ഒരു കഴിവില്ലേ, അതിനെയാണ് ഇലോക്വന്റ് എന്ന് പറയാ. ഇലോക്വന്റ് അതേ മീനിങ് ആണ് ആർട്ടിക്കുലേറ്റ്. ഫ്ലുവന്റ് വരും. പെർസ്വേസീവ്, എക്സ്പ്രസീവ്, വെൽ സ്പോക്കൺ, വാക്ചാതുര്യമുള്ള എന്നാണ് ഇലോക്വന്റിന്റെ അർത്ഥം. ഓക്കെ, സിൽവർ ടങ്ഡ് എന്നും പറയും. അതൊരു ഇഡിയമാണ്. സിൽവർ ടങ്ഡ്, വെള്ളി നാക്കുള്ളവൻ, ഒരുപാട് സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഫ്ലുവന്റ് ആണ് അതിന്റെ മീനിങ്. ഫ്രൂഗലാന്ന് പറയും. ചില ആൾക്കാരെ നമ്മൾ പറയാറുണ്ട് അവൻ അല്ലെങ്കിൽ അവള് ഭയങ്കര ഫ്രൂഗലാണ്. അപ്പം എന്താ പറയാ, ഭക്ഷണം കഴിക്കുന്നതിൽ ആ ഒരു ഫ്രൂഗൽ മനോഭാവം കാണിക്കാറുണ്ട്, വസ്ത്രം ധരിക്കുമ്പോൾ ഫ്രൂഗൽ മനോഭാവം കാണിക്കുന്നുണ്ട്, എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ ഫ്രൂഗലായിട്ട് ചിന്തിക്കാറുണ്ട്. എന്തായിരിക്കും? അതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് അർത്ഥത്തിലല്ല, ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിലാണ്. ഫ്രൂഗലിന്റെ അർത്ഥം ചിലവ് മിതമായ എന്നാണ് കേട്ടോ. മിതമായ അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കുന്ന എന്നൊക്കെയാണ്.
മിതമായ ചിലവ് കുറയ്ക്കുന്ന, അതാണ് ഫ്രൂഗൽ എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ അർത്ഥം ഇക്കണോമിക്കൽ ആൻഡ് സേവിങ് എന്നാണ് കേട്ടോ. മിതമായിട്ടുള്ള, ഒന്നും അമിതമായിട്ടില്ല, എന്താണ് പറയുക, പൈസ മാക്സിമം സേവ് ചെയ്യുക. ഓക്കെ, ഉദാഹരണത്തിന് ഷീ ഈസ് ഫ്രൂഗൽ, അവള് ഭയങ്കര പിശുക്കത്തിയാന്ന് പറഞ്ഞത് നെഗറ്റീവ് ആവും, ഇതൊരു പോസിറ്റീവ് അർത്ഥമാണ് കേട്ടോ. ആൻഡ് സേവ്സ് ഹർ പോക്കറ്റ് മണി, അവൾ ഭയങ്കര മിതവ്യയ ശീലമുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുന്നു, ഷീ സേവ്സ് ഹർ പോക്കറ്റ് മണി. ഓക്കെ, അപ്പൊ എക്കണോമിക്കൽ, സേവിങ്, അതുപോലെ തന്നെ യെസ്, നമ്മൾ സിനോണിംസ് പറഞ്ഞില്ല അല്ലേ. ഓക്കെ, സിനോണിംസ്. കെയർഫുൾ എന്ന് പറയും, സേവിങ്, പ്രൂഡന്റ് എന്നൊരർത്ഥം കൂടിയുണ്ട് കേട്ടോ, പ്രൂഡന്റ്, സ്പെയറിങ്, പിന്നെ എക്കണോമിക്കൽ എന്ന് പറയും. ഇതൊക്കെയാണ് ഫ്രൂഗലിന്റെ പര്യായ പദങ്ങൾ. വാട്ട് ഡസ് ഹിൻഡർ? ഹിൻഡർ, ഹിൻഡർ എന്തായിരിക്കും? ഹിൻഡർ, ഹിൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിൻഡർ. ബാഡ് വെദർ ക്യാൻ ഹിൻഡർ അവർ ട്രിപ്പ്. മോശം കാലാവസ്ഥ ഒരു പക്ഷേ നമ്മളുടെ ട്രിപ്പിനെ ഹിൻഡർ ചെയ്തേക്കാം. എന്തായിരിക്കും? ഒരിക്കലും മോശം കാലാവസ്ഥ ട്രിപ്പിനെ സഹായിക്കുവോ? പസിസ്റ്റ് അല്ല. ക്ലാരിഫൈ ചെയ്യുവോ? വ്യക്തമാക്കുക. അത് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അല്ലേ. ആക്സിലറേറ്റ് ചെയ്യുക. ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക എന്നാണ് കേട്ടോ. വർദ്ധിപ്പിക്കുക, ആക്സിലറേറ്റ് ചെയ്യുക. എസ്കലേറ്റ് എന്നൊക്കെ അതിന്റെ അർത്ഥമാണ്. അപ്പം ബാഡ് വെതർ ആക്സിലറേറ്റ് ചെയ്യോ ട്രിപ്പിന്റെ സാധ്യത? ഇല്ല. ട്രിപ്പിന്റെ സാധ്യതയെ അത് ഒബ്സ്ട്രക്ട് ചെയ്യും അല്ലെങ്കിൽ ഡിലേ ചെയ്യും. ഹിൻഡറിന്റെ അർത്ഥം തടയുക എന്നാണ്, പ്രതിരോധിക്കുക, തടയുക എന്നൊക്കെയാണ് കേട്ടോ. ഇംപീഡ് വരും, ഇംപീഡ്, ഒബ്സ്ട്രക്റ്റ്, ഹാമ്പർ, ഡിലൈ, പ്രിവെന്റ്. യെസ്, ഇതൊക്കെയാണെന്ത് ഹിൻഡറിന്റെ അതേ അർത്ഥം വേറുന്ന മറ്റു വാക്കുകൾ. അടുത്തത് ഇൻസൈറ്റ്. ഇൻസൈറ്റ്, ഇൻസൈറ്റ്, ഇൻസൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആൾക്കാരുടെ ഈ സ്പീച്ചൊക്കെ ചില പ്രത്യേക ആൾക്കാർ ഇൻസൈറ്റ് ചെയ്യിപ്പിക്കും അല്ലേ? അങ്ങനെ സ്പീച്ച് പറയുന്ന ആൾക്കാരല്ലേ? ഇപ്പം ടെററിസ്റ്റ് ഗ്രൂപ്പിലെ നേതാക്കൾ എങ്ങനെ അതിന്റെ അണികളെ കൺവിൻസ് ചെയ്യാണ്, നിങ്ങൾ അവിടെ പോയി എന്താണ് പറയുക, ബോംബ് ഇട്ടാൽ അല്ലെ ഇതിട്ടാൽ നിങ്ങൾക്ക് മറ്റു റിവാർഡ്സ് കിട്ടും, അങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കും അല്ലെ? അവരെ ഇൻസൈറ്റ് ചെയ്യിപ്പിക്കും. ഇൻസൈറ്റ്, ഇൻസൈറ്റ്. ഇൻസൈറ്റ് ഒരു നെഗറ്റീവ് വേർഡ് ആണ്, നെഗറ്റീവ് അർത്ഥതലമുള്ള ഒരു വേർഡ് ആണ്. ടു കാം ഓർ സൂത്ത് എന്നാണ്. സൂത്തിന്റെ അർത്ഥം സാന്ത്വനിപ്പിക്കുക എന്നാണ് കേട്ടോ. സാന്ത്വനിപ്പിക്കുക എന്നാണ്. ഇഗ്നോർ ചെയ്യാന്നാണോ? ഇതല്ല, ഇഗ്നോർ ചെയ്യാന്നല്ല. മിസ്ലീഡ് ചെയ്യൂ. ഞാൻ പറഞ്ഞ അയാളുടെ സ്പീച്ച് മറ്റൊരാളെ ഇൻസൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ആക്ഷൻ ഒക്കെ ശ്രദ്ധിക്കണേ, ഇൻസൈറ്റ് ചെയ്യിപ്പിക്കുക, അതൊരിക്കലും മിസ്ലീഡ് ആയിരിക്കില്ല. അതെന്താണ്? ടു എൻകറേജ്. ഇത് പച്ച മലയാളത്തിൽ പറയാണ് ഇൻസൈറ്റിന്റെ അർത്ഥം എരി കയറ്റുക എന്നാണ്. നമ്മൾ പറയുന്ന ഈ മുറിവില് ഒരു ചൊല്ലുണ്ടല്ലോ, എന്തായിരുന്നു അത്? എരിതിയിൽ എണ്ണ ഒഴിക്കുക അല്ലെ? അതേപോലെ ഇങ്ങനെ എരിപിരി കയറ്റിയിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ലേ, അതിനെയാണ് ഇൻസൈറ്റ്. ഇപ്പൊ എൻകറേജ് എന്ന് കാണുമ്പോൾ ഇത് എന്നാ പിന്നെ എന്താണ് പറയാ, എൻകറേജ് ചെയ്യിപ്പിക്കുന്നല്ലേ, പോസിറ്റീവ് അർത്ഥമാണെന്ന് വിചാരിക്കരുത്. പോസിറ്റീവ് അർത്ഥമല്ല. ഒരാളെ ഇങ്ങനെ പ്രേരിപ്പിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ, ഇൻസൈറ്റ് എന്ന് പറയാ. അതിന്റെ സിനോണിംസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൊവോക്ക് ചെയ്യുക, പ്രകോപിപ്പിക്കുക.
എൻകറേജ് എന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റിഗേറ്റ് എന്ന് പറയും. ഇൻസ്റ്റിഗേറ്റ് സ്റ്റീർ ചെയ്യുക, സ്റ്റീറപ്പ് ചെയ്യുക എന്ന് പറയും. ഇവിടെ ഉണ്ട്, യെസ്, സ്റ്റീർ ചെയ്യുക എന്ന് പറയും. അവനെ നീ പിരികേറ്റി വിട്ടതല്ലേ. എറൗസ് ചെയ്യുക എന്ന് പറയും. ഏർജ് ചെയ്യുക. അതൊക്കെയാണ് ഇൻസൈറ്റിന്റെ അർത്ഥം. അപ്പം ശരി ഉത്തരം ഇതാണ് കേട്ടോ. ഓക്കെ, വാട്ട് ഡസ് ജോവിയൽ? ഹി ഈസ് എ ജോവിയൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് ജോവിയൽ? The jovial man made everyone laugh. Jovial man. ജോവിയൽ എന്ന് പറഞ്ഞാൽ എന്റെ ആക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സന്തോഷമുള്ള, ആനന്ദകരമായ എന്നൊക്കെയാണ്. ചിയർഫുൾ ആൻഡ് ഫ്രണ്ട്ലി എന്നതാണ് മീനിങ് കേട്ടോ. ചിയർഫുൾ ആയിട്ടുള്ള ജോവിയൽ. ജോയ് എന്ന് ചിന്തിച്ച്, ജോയിൽ നിന്നും ജോവിയൽ, സന്തോഷമുള്ള ആൾക്കാരെ ജോവിയൽ എന്ന് വിളിക്കാം. മെറി, cheerful, happy. പിന്നെ ഭയങ്കര ജീവസുറ്റ, നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ആൾക്കാരെയും പറയും. അതുകൊണ്ട് നമ്മൾ ലൈവ്ലി എന്നും പറയും കേട്ടോ. ലൈവ്ലി. ഗ്ലീഫുൾ, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? ജോളി എന്നും പറയും. നമ്മുടെ കൂടത്തായി ജോളി അല്ല, ഇത് സന്തോഷമുള്ള എന്നർത്ഥമുള്ള ജോളിയാണ് കേട്ടോ. യെസ്. Next word, lethargic. For example sentence എഴുതാം. He felt lethargic after a big lunch. വലിയൊരു മന്തി കഴിച്ചപ്പോ അവൻ എന്ത് ഫീൽ ചെയ്തു? ലിഥാർജിക്, വയ്യ. നമ്മൾ ചിലപ്പോ ഈ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഈ ആഫ്റ്റർനൂൺ സെഷനിൽ പോകുമ്പോൾ കാര്യങ്ങൾ ഭയങ്കര കോമഡിയാണ്. എല്ലാം ഇങ്ങനെ പോകുന്നുണ്ടാവും, ചിലപ്പോൾ മൂക്കൊക്കെ പോയി മുട്ടുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഇങ്ങനെ അരി ആട്ടിക്കൊണ്ടിരിക്കും അല്ലെ. എന്തുകൊണ്ടായിരിക്കും? ലിഥാർജിക് ആയതുകൊണ്ടാണ്. അപ്പം ലിഥാർജിക്കിന്റെ മീനിങ് സ്ലഗിഷ് ആൻഡ് ടയേർഡ് എന്നാണ് കേട്ടോ. സ്ലഗിഷ് എന്ന് പറഞ്ഞാല് ബോർഡമാണ്, ബോറടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്താണ് പറയാ, മടിയുള്ള, മന്ദതയുള്ള എന്നാണ് സ്ലഗിഷിന്റെ മീനിങ്. അപ്പൊ ലിഥാർജിക് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായ അല്ലെങ്കിൽ ക്ഷീണമുള്ള എന്നൊക്കെയാണ്. ലേസി, ഐഡിൽ ആയിട്ടിരിക്കും, ഒന്നും ചെയ്യുന്നില്ല. സ്ലോ, ടയേർഡ്. പിന്നെ ആക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ഇനാക്റ്റീവ്. വയ്യ എന്നൊക്കെ പറയുന്നില്ല, അതാണ് ലിഥാർജിക് എന്ന് പറഞ്ഞാൽ കേട്ടോ. യെസ്. മിറ്റിഗേറ്റ് ചെയ്യുക. എന്താ മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഇമിറ്റേറ്റ് അല്ല, മിറ്റിഗേറ്റ്. നമ്മളിപ്പം എന്താണ് പറയാ, മിറ്റിഗേറ്റ് ചെയ്യാൻ എന്താണ് പറയുക, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് മിറ്റിഗേഷൻ മെഷേഴ്സ് എടുക്കാറുണ്ട് അല്ലേ. മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം ഇപ്പൊ നമ്മുടെ നാട് പ്രളയബാധിതമായിട്ടുള്ള ധാരാളം പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ മഴക്കാലം വരുന്നതിന് മുമ്പ് ഫ്ലഡ് വാൾ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആൾക്കാരെ കുടിയൊഴിപ്പിക്കുന്നതൊക്കെ എന്താണ്? ഈ മിറ്റിഗേഷൻ നടപടികളാണ്. അപ്പൊ മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ ചെയ്യുന്നേ? ആ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ മിറ്റിഗേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടും വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മോശമാക്കുക എന്ന അർത്ഥത്തിലുള്ള വേഴ്സൺ അല്ലെങ്കിൽ ഇന്റൻസിഫൈ എന്നുള്ളതല്ല. ടു മേക്ക് ലെസ് സീവിയർ എന്നാണ്, ആഘാതം കുറയ്ക്കുക എന്നാണ് കേട്ടോ. അതായത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച അബൈറ്റ് ഇല്ലേ, അതേ മീനിങ് തന്നെയാണ് എന്ത് മിറ്റിഗേറ്റിന്റെയും, കുറയ്ക്കുക എന്നൊക്കെയാണ് കേട്ടോ. കുറയ്ക്കുക. അലിവിയേറ്റ് എന്ന് പറയും. അലിവിയേറ്റ്, റെഡ്യൂസ്. നമ്മൾ അബൈറ്റിന്റെ സിനോണിംസ് ആലോചിച്ചാൽ മതി, അത് തന്നെയാണ്. പിന്നെ റിലീവ് എന്നൊരു അർത്ഥമുണ്ട്. റിലീവ് ഇതൊക്കെയാണ് കേട്ടോ. അബൈറ്റിന്റെ സിനോണിംസ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നല്ലോ. യെസ്. ട്രീസ് ക്യാൻ മിറ്റിഗേറ്റ് എയർ പൊല്യൂഷൻ. ട്രീസ് ക്യാൻ മിറ്റിഗേറ്റ് എയർ പൊല്യൂഷൻ.
മരങ്ങൾക്ക് എന്ത് സാധിക്കും? എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് obscure? obscure. സപ്പോസ് ഇവിടെ ഈ ലൈറ്റ് അണച്ചാല് ഇവിടെ എന്തുണ്ടാവും? ഒബ്സ്ക്യൂരിറ്റി ഉണ്ടാവും ഇവിടെ മുഴുവൻ. പ്രകാശം പോയാൽ പിന്നെ വരുന്നത് എന്താണ്? അന്ധകാരമാണ്, ഒബ്സ്ക്യൂരിറ്റി. അതിൽ നിന്നുള്ളൊരു വേർഡാണ് ഒബ്സ്ക്യൂർ. ആകമാനം ഒബ്സ്ക്യൂർ ആവും. ദെൻ വാട്ട് ഈസ് ഒബ്സ്ക്യൂർ? ക്ലിയർ ആണോ? ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ ക്ലിയർ ആണോ? അല്ല. ഭയങ്കര ഫേമസ് എന്നാണോ? അല്ല. ബ്രൈറ്റും അല്ല. പിന്നെ ഏതാ? നോട്ട് ക്ലിയർ ഓർ ഹിഡൻ എന്നാണ്. അന്ധകാരമുള്ള എന്നാണ്. ക്ലിയർ അല്ലാത്ത, വ്യക്തമല്ലാത്ത എന്നൊക്കെയാണ് ഒബ്സ്ക്യൂർ എന്ന വാക്കിന്റെ അർത്ഥം. നമുക്ക് അതിന്റെ സിനോണിംസ് നോക്കുമ്പോൾ കുറച്ചും കൂടി അൺക്ലിയർ, അൺക്ലിയർ, വെയ്ഗ് എന്ന് പറയും. ആ അക്ഷരങ്ങൾ തിരിയുന്നില്ലല്ലോ, അത് വെയ്ഗ് ആണല്ലോ എന്ന് പറഞ്ഞത് കാണുന്നില്ല. ഹിഡൻ, ആംബിഗ്യുവസ്. ആംബിഗ്യുവസ് എന്ന വാക്ക് ശ്രദ്ധിക്കണേ, എപ്പോഴും തെറ്റിക്കുന്ന ഒരു വാക്കാണ് പലരും. ഇൻഡിസ്റ്റിങ്ക്റ്റ് എന്നും പറയും. ഇൻഡിസ്റ്റിങ്ക്റ്റ്, ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്, ഇൻഡിസ്റ്റിങ്ക്റ്റ്. യെസ്. നമ്മൾ ഈ വയനാട്, ഇടുക്കിയിലൊക്കെ പോകുമ്പം ഈ സൈൻസ് ഒബ്സ്ക്യൂർ ആയിട്ട് കാണാറുണ്ട്. കാരണം എന്താ? ഫോഗ് ഉള്ളതുകൊണ്ട്. ചെറിയ മൂടൽമഞ്ഞൊക്കെ ആകുമ്പോൾ ഈ സൈൻ ബോർഡുകളൊക്കെ ഒബ്സ്ക്യൂർ ആയിട്ടാണ് കാണപ്പെടുക, അവ്യക്തമായിട്ട്. ഓക്കെ, യെസ്. വാട്ട് ഡസ് പെൻസീവ് മീൻ? പെൻസീവ്, പെൻസീവ്. ഹി ഈസ് എ young pensive poet. He is a young pensive poet. എന്തായിരിക്കും അതിന്റെ അർത്ഥം? പെൻസീവ്. നമ്മളിപ്പോ ഒരു ബുക്ക് വായിക്കാന്ന് വിചാരിക്കും. ബുക്ക് വായിക്കുമ്പോൾ ചിലരെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അവർ ബുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, പെൻസീവ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാലാണ് അവര് ഒന്ന് ഞെട്ടി എണീക്കുക. വേറെ ഏതോ ലോകത്താണ്. അങ്ങനെ നമ്മൾ എന്താ പറയാ, ഈ ചിന്താവിഷ്ടയായ സീത എന്നൊക്കെ പറയില്ലേ? ചിന്താവിഷ്ടയായ ശ്യാമളയാണോ സീതയാണോ എന്ന് അറിയില്ല, ആരായാലും ചിന്താവിഷ്ടയാണ്. അപ്പൊ അങ്ങനെ ചിന്താനിമഗ്നനായി നിൽക്കുന്നതിനെയാണ് പെൻസീവ് എന്ന് പറയാ. ഡീപ്പ് ഇൻ സീരിയസ് തോട്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ചിന്താവിഷ്ടയായ അല്ലെങ്കിൽ നല്ല അഗാധമായ ചിന്തയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ആ സമയം, അതിനെയൊക്കെയാണ് എന്ത് പറയാ? പെൻസീവ്. ആ ഒരു അവസ്ഥയാണ് പെൻസീവ് എന്ന് പറയാ. തോട്ട്ഫുൾ ആയിട്ട് നിൽക്കുക എന്ന് പറയും. ഒരുപാട് ചിന്തയോടെ ഇങ്ങനെ നിൽക്കുന്നതാണ് തോട്ട്ഫുൾ. റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നതും ഏകദേശം ഇങ്ങനെ ഓർത്തെടുക്കുക എന്നൊക്കെയാണ്. കണ്ടംപ്ലേറ്റീവ് കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം എന്നാണ്. ധ്യാനത്തിലായിരിക്കുക എന്നാണ് കണ്ടംപ്ലേറ്റീവിന്റെ അർത്ഥം. മെഡിറ്റേറ്റീവ് ഡ്രീമി എന്നും പറയാറുണ്ട്. ഡ്രീമി എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നില്ല, അതിനെയാണ് ഡ്രീമി എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് പെൻസീവിന്റെ മീനിങ്. അടുത്ത വേർഡ് വിവിഡ്. എന്താണ് വിവിഡിന്റെ അർത്ഥം? വിവിഡ്, വിവിഡ് സ്റ്റോറി. അല്ലെങ്കിൽ ഇപ്പം ഈ ഫോണിൽ, ഇപ്പൊ സാംസങ്ങിന്റെ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നാച്ചുറൽ എന്നും വിവിഡ് എന്നും. നാച്ചുറൽ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നാച്ചുറൽ കളേഴ്സ് ആയിരിക്കും ആ സ്ക്രീനിൽ കൂടുതൽ ഉണ്ടാവും. വിവിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള ഒരു ലേഔട്ട് ആയിരിക്കും സ്ക്രീനിൽ വരിക. അപ്പൊ എന്തായിരിക്കും വിവിഡ് എന്ന വാക്കിന്റെ അർത്ഥം? ഡൾ അല്ല, വെയ്ഗ് ആൻഡ് അൺക്ലിയർ അല്ല, സിമ്പിൾ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അത്ര സിമ്പിൾ ആയിരിക്കില്ല. ബ്രൈറ്റ് ആൻഡ് ലൈവ്ലി എന്നാണ്. ഓക്കെ, മനോഹരമായ. ഈ വിവിഡിന് മറ്റൊരർത്ഥമുണ്ട്, സജീവമായ എന്നൊരർത്ഥം കൂടി ഉണ്ട് കേട്ടോ. സജീവമായ, മനോഹരമായ എന്നൊക്കെയാണ് വിവിഡ് സ്റ്റോറി, വിവിഡ് നെറേറ്റീവ് എന്നൊക്കെ പറയാറുണ്ട്. വിവിഡ് സീനറി, ഇതൊക്കെ ഒരേ അർത്ഥങ്ങളാണ് കേട്ടോ. യെസ്, ബ്രൈറ്റ്, ക്ലിയർ,
കളർഫുൾ. പിന്നെ ബ്രില്യന്റ് എന്നൊക്കെ പറയാറുണ്ട്. ബ്രില്യന്റ്. സ്ട്രൈക്കിംഗ്, ലൈവ്ലി എന്നൊക്കെയാണ് കേട്ടോ. യെസ്, ഓക്കെ. സ്ട്രൈക്കിംഗ്, ലൈവ്ലി. ഇതവൾ നേരത്തെ എഴുതിയോണ്ടാണ് വീണ്ടും എഴുതാത്തത്. സെലസ്. സെലസ് ആയിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ ഭയങ്കര സെലസ് ആയിട്ടാണ് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സെലസ് ഇൻഡിഫറന്റ് എന്നാണോ? സെലസ്. ഇപ്പൊ ഉദാഹരണം, ഐ ആം ഇപ്പം നമ്മളെല്ലാവരും GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? വി ആർ സെലസ് അബൌട്ട് ദി SSC GD എക്സാം. സെലസ് എന്ന വാക്കിന്റെ അർത്ഥം പാഷനേറ്റ് എന്നാണ്. പാഷനേറ്റ് അഥവാ എന്തൂസിയാസ്റ്റിക് എന്നാണ്. ഒരുപാട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഭയങ്കര തീക്ഷ്ണതയുള്ള എന്നൊക്കെയാണ് സെലസിന്റെ മീനിങ്. ഇൻഡിഫറന്റ് അല്ല. ഇൻഡിഫറന്റ്, അപ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം മീനിങ് ആണ്. നോ ഇൻട്രസ്റ്റ് എന്നാണ് കേട്ടോ. ഇതിന്റെ മീനിങ് ആണ് ഈ പറഞ്ഞ വേർഡിന്റെ വേർഡ് ഇൻഡിഫറന്റ്. അതായത് ഭയങ്കര ഉദാസീനമായിട്ടുള്ള സാമട്ടിൽ പോകുന്ന, അതുണ്ടോ, ഇതുണ്ടോ, അയ്യ, ഒരു രസമില്ലെന്നേ, അങ്ങനെ പറയുന്നത് അതാണ്. ഹെസിറ്റന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മടിയുള്ള എന്നാണ്. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ഇത് വേണോ അത് വേണോ, ഇങ്ങനെ എന്താ പറയുക, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന, സംശയത്തിന്റെ നിഴലല്ല, സംശയത്തിൽ നിൽക്കുന്ന ആൾക്കാർ. കാം ആൻഡ് റിസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാല് ശാന്തമായ എന്നാണ്. അപ്പൊ സെലസിന്റെ അർത്ഥം പാഷനേറ്റ് എന്നാണ്. സെലസ്. ഫെർവെന്റ് എന്ന് പറയും. ഫെർവെന്റ്, സർവന്റ് അല്ല, ഫെർവെന്റ്. പിന്നെ എന്തൂസിയാസ്റ്റിക് പറയും, പാഷനേറ്റ് പറയും. ഇവിടെ ഉണ്ട് ഈഗർ എന്ന് പറയും. ഈഗർലി വെയിറ്റിംഗ് ഫോർ ദി എക്സാം. ഈഗർ. ആർഡന്റ്, ഡിവോട്ടഡ്, അതിലേക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഡിവോട്ടഡ്. ഓക്കെ. സെൽസ്. അൺറൂലി. എന്താണ് അൺറൂലി എന്ന വാക്കിന്റെ അർത്ഥം? അൺറൂലി. ചില പിള്ളേരൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ ചില കുസൃതി പിടിച്ച പിള്ളേരല്ലേ, ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടിക്കളിക്കുന്നുണ്ടാവും. ഭയങ്കര നോയ്സൻസ് ആണ് അല്ലേ? ചുമ്മാ പറഞ്ഞാണ്, എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാണ്. കുട്ടികൾ അങ്ങനെയല്ലേ, ഓടിക്കളിച്ചെന്നൊക്കെ ഇരിക്കും. യെസ്. അപ്പം ചിലപ്പോഴെങ്കിലും ചില സാഹചര്യത്തിലെങ്കിലും അങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ അലമ്പുണ്ടാക്കി കിടക്കുന്ന പിള്ളേരെ നമ്മൾ അൺറൂലി എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അൺറൂലിന്റെ അർത്ഥം എന്താണ്? അച്ചടക്കമില്ലാത്ത, ഡിസിപ്ലിൻഡ് അല്ലാത്ത എന്നാണ്. അപ്പൊ ഇവിടെ ഏതാണ്? ഡിഫിക്കൽട്ട് ടു കൺട്രോൾ എന്നാണ് അതിന്റെ മീനിങ് വരിക. അപ്പൊ നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അതിനെയാണ് അൺറൂലി എന്ന് പറയാം. അച്ചടക്കം. അച്ചടക്കമില്ലാത്ത, അൺറൂലി. ഓക്കെ. റൗഡി എന്ന് പറയും. ഡിസ്ഒബീഡിയന്റ് എന്ന് പറയും. ഡിസ്ഒബീഡിയന്റ്. ഡിസ്ഓർഡർലി, റിബല്യസ്, വൈൽഡ്, അൺകൺട്രോളബിൾ. ഇതൊക്കെയാണ് അൺറൂലിയുടെ പര്യായ പദങ്ങൾ. ഓക്കെ. യെസ്. അപ്പൊ നമ്മുടെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇപ്പൊ ഒന്നൊരു 10-15 വേർഡ്സ് നമ്മൾ കണ്ടു. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. ഹാപ്പി ലേണിംഗ്.